ഹായ്, വെൽക്കം ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. സിനിമ എന്നെ ഭയങ്കരമായിട്ട് പേഴ്സണലി എന്നെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ സാധുവായിരുന്നു, വളരെ ഇന്നസെൻ്റ് ആയിരുന്നു. സാധുവിന് കുഴപ്പമൊന്നുമില്ല, വളരെ നോ പറയാൻ മടിയുള്ള അങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയായിരുന്നു. ഈ കുറച്ച് പാൻ ഇന്ത്യൻ ആക്ട്രസ് ആവണം എന്നുള്ള ചെറുതിലേക്കുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതായത് ഞാൻ വിചാരിക്കുന്ന ലാംഗ്വേജിനും ഒരു ബാരിയേഴ്സ് ഇല്ല എന്നാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെയാണ്. നമ്മളിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ നമുക്ക് തരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള നമ്മൾ ഒരു കഥാപാത്രം ആവണം. നമ്മൾ ചിലപ്പോൾ അവിടെ നിൽക്കും. ഞാനൊക്കെ അങ്കമാലി ഡയറീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനത്തെ പോലീസ് ഓഫീസറെ കണ്ടിട്ടേ ഇല്ല എൻ്റെ ലൈഫിൽ. അഭിനയവും നൃത്തവും ഒരുപോലെ സീരിയസ് ആയി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പിടി നല്ല നടിമാരുണ്ടല്ലേ നമുക്ക്. അവരുടെ കൂട്ടത്തിൽ ഇന്ന് നമുക്ക് പെട്ടെന്ന് ഓർത്താൻ മനസ്സിൽ വരുന്ന പേരുകളിൽ ഒരു പേരാണ് ശ്രുതി ജയൻ. യെസ്, ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായി എനിക്കൊപ്പം ഉള്ളത് ശ്രുതിയാണ്. ഹായ് ശ്രുതി. കുറേ കാലമായി നമ്മളിങ്ങനെ ഇരുന്നിട്ടല്ലേ. പക്ഷെ ഇപ്പം ഇരിക്കുമ്പോൾ ഒരു നല്ല സന്തോഷം എന്താണെന്നറിയോ, അന്ന് നമ്മൾ എപ്പോഴാണ് ഇരുന്നത്? മായ ചെയ്ത സമയത്താണ് ഇരുന്നത്. മായ മിസ് ജൂൺ. അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെ ചെയ്തു ശ്രുതി? ഇങ്ങനെ പാറിപ്പറന്ന് നടന്ന് അവിടെ എന്തൊക്കെ ലാംഗ്വേജിൽ പോകാൻ പറ്റുമോ അവിടെ എല്ലാം പോയി വന്ന് ഇപ്പം നമുക്ക് ലൈവായിട്ട് കുറുക്കൻ. അതെ, കുറുക്കൻ റിലീസായി. ഇനിയിപ്പോൾ കൊറോണ ധവാനുണ്ട്. അതും ഒരു 1-2 ആഴ്ചക്കുള്ളിൽ റിലീസാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയൊരു ഡേറ്റ് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സന്തോഷം. ഈ രണ്ട് ഇതിലെയും ക്യാരക്ടേഴ്സിനെ കുറിച്ച്. ക്യാരക്ടർ കുറുക്കനിൽ SI ആണ്. SI അല്ല, അങ്ങനെ SI ഒന്നുമില്ല അങ്ങനെ. കാരണം അതൊരു കോമഡി സിനിമയാണ്. കുറുക്കൻ ഫുൾ ത്രൂ ഔട്ട് കോമഡി. അതുകൊണ്ടാണ് എന്നെ SI ആക്കിയത്. അപ്പോൾ ആ SIക്ക് രസമുള്ളൊരു രസകരമായിട്ടുള്ള കുറച്ച് വിനീതേട്ടൻ്റെ കൂടെ തന്നെയാണ് ഫുൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നതും. അപ്പോൾ വിനീതേട്ടൻ CI ആണ്, ഞാനും അശ്വത് ലാലും രണ്ടുപേരും SI ആണ്. അപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും ഒരു എന്താ പറയുക, അബദ്ധത്തിൽ പോയി ചാടുന്നതും ഇതൊക്കെയാണ് സിനിമ മൊത്തത്തിൽ. അപ്പോൾ സാർ എന്ത് പറയുന്നു, ഞങ്ങൾ യെസ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. റീന എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. പിന്നെ കൊറോണ ധവാന്റെ ഞാൻ ആദ്യമായി നായികയാവുന്ന ഒരു സിനിമയാണ്. ലുക്മാൻ്റെ നായികയായിട്ട് വരുന്നു. അങ്ങനെ ഒരു സന്തോഷമായിട്ടുള്ള നല്ല നല്ല ഓപ്പർച്യൂണിറ്റി. നമ്മൾ ചെയ്ത സിനിമകളിൽ റിസൾട്ട് വരുന്ന ഒരു അതെന്ത് ക്യാരക്ടറാണ് അത് കാണും. ആണോ പറയാൻ പാടില്ല. അത് രസകരമായിട്ടൊരു ക്ലൈമാക്സ് ഒക്കെ ഉണ്ട് ആ ക്യാരക്ടറിന്. അതും ഇങ്ങനെ ഹ്യൂമർ ടച്ച് ഉള്ള ക്യാരക്ടർ അല്ല, എൻ്റെ ക്യാരക്ടർ ഹ്യൂമർ ടച്ച് അല്ല. ഞാൻ വളരെ ബോൾഡായിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പ്രണയത്തിൽ വളരെയധികം വിശ്വസിക്കുന്ന അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ആ കോവിഡ് സമയത്തുള്ള സ്ട്രഗിൾ കാണാൻ പറ്റില്ല. അങ്ങനെ അവരെ കല്യാണം നടത്തും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ള. പക്ഷെ അവസാനം നല്ല അതായിരിക്കും ചിലപ്പോ ട്വിസ്റ്റ് ആവാൻ പോകുന്നതും. ഓക്കെ, അപ്പൊ എന്തോ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള. ഇപ്പൊ ഈ വിനീത് എന്ന് പറയുന്ന ഒരു ആക്ടർ, വിനീത് നമുക്ക് ആക്ടർ മാത്രമല്ല ഓൾറൗണ്ടർ ആണ്. വിനീത് ഒരു സൈഡിൽ, വിനീതിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പുറത്ത് ഇതേപോലെ ലുക്മാൻ. ആ മൂവി പക്ഷെ ഈ കൊറോണയുടെ പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ ഉടനെ എല്ലാം കഴിഞ്ഞ കൊല്ലം തന്നെയാണ് ഷൂട്ട്. 2022 തന്നെയാണ് എല്ലാം ഷൂട്ട് നടന്നിട്ടുള്ളത്. അപ്പൊ ഇത് 2 തരം എന്താ പറയാ ടാലന്റുകളാണ്. അപ്പൊ ഇവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന്. വിനീതേട്ടനുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ അത് ഭയങ്കര, അത് കാരണം അദ്ദേഹം അതായത് ഡയറക്ടറാണ്, ആക്ടർ, ഇത്രയും വലിയൊരു നടൻ്റെ മകനാണ്. ഭയങ്കര നോളേജ്, ഈ സിനിമയെ പറ്റി ഒരുപാട് നോളേജുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ ആ ഒരു ഒന്നുമില്ലാതെ വളരെ നമ്മളെപ്പോലൊരാളെ പോലെ നമ്മൾ സീൻ ഡിസ്കസ് ചെയ്തിട്ടാണ്. ചേട്ടൻ വരും, ശ്രുതി നമുക്ക് നമ്മുടെ അഭിപ്രായം കൂടി എടുത്തിട്ടാണ് വിനീതേട്ടൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് നമ്മളെ ഭയങ്കര ഞെട്ടിച്ചു പോയ കാര്യമാണ്. കാരണം ഇതൊരു ഞങ്ങൾ 3 പേരുടെ സീൻസ്, നമ്മുടെ 3 പേരുടെ ഒരു വർക്കാണ്. അപ്പോൾ അതിൽ ഒരാളുടെ മാത്രം ഇൻപുട്ടൊന്നുമല്ല, 3 പേരുടെ ഇൻപുട്ടും എടുത്തിട്ടാണ് നമ്മൾ ആ സീൻ പ്ലാൻ ചെയ്ത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു വിനീതേട്ടൻ്റെ കൂടെയുള്ള. ആ ഒരു ഒരുമിച്ച് കിട്ടുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര തീർച്ചയായിട്ടും. പിന്നെ ആസ് എ പെർഫോമർ ഓൾസോ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ പഠിക്കലായിരുന്നു. കാരണം കോമഡി സംതിങ് ഡിഫറെൻറ്റ്. നമ്മളെല്ലാ ക്യാരക്ടർ ചെയ്യണ പോലെ കോമഡി ചെയ്യാന്ന് പറഞ്ഞാൽ ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അശ്വത്തും വിനീതേട്ടനും ഓൾറെഡി ഹൃദയത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അശ്വത്ത് ഒരു സ്റ്റേജ് പെർഫോമറും കൂടെയാണ്, സ്കിറ്റ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എലിക്കുട്ടി ഞാനാണ് ഈ 2 പേരുടെ ഇടയിലും. പക്ഷെ എനിക്കത് ഭയങ്കര എന്താ പറയുക, ഒരുപാട് ലെസൺസ് ആയിരുന്നു. ടൈമിങ് എങ്ങനെ കോമഡി
എങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. എനിക്ക് കൂടുതൽ റിയാക്ഷൻസ് ആയിരിക്കും ഒരു പക്ഷേ ആ റിയാക്ഷൻസ് കൊടുക്കുന്നതിലും കോമഡി ആയിട്ട് എങ്ങനെ മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ ലേണിംഗ് ആയിരുന്നു. കാരണം എനിക്ക് 21-24 5 ഡേയ്സിനടുത്തോളം കുറുക്കലിന് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു എങ്ങനെയാണ് നമ്മളൊരു കോ ആക്ടർ ഒരു കോമഡി ചെയ്യേണ്ട ഫിസിക്കാലിറ്റി നമ്മൾ കുറച്ചും കൂടി കൊണ്ടുവരണം. നമ്മുടെ കുറെ ഇൻഹിബിഷൻസ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് അത് ഭയങ്കര പാഠങ്ങളായിരുന്നു കുറുക്കൻ സമയത്തുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലുക്മാന്റെ കൂടെ ഞാൻ അതും ഈ പറഞ്ഞ മാതിരി നല്ലൊരു ലുക്മാൻ ഉണ്ട്, ശരത് സഭ ഉണ്ട്, ബിനോയ് ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അതെ, അതും ഒരു ഫുൾ എന്റർടൈനിങ് കോമഡി. എല്ലാവരുമായിട്ടും കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതൽ ലുക്മാൻ ആയിട്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ലുക്മാന്റെ കൂടെ ഞാൻ 3ാമത്തെ സിനിമയാണ് ആക്ച്വലി ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്ന ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ലുക്കുവിന്റെ പേരായിരുന്നു. പിന്നെ ഒരു മൂവി ചെയ്തിട്ടുണ്ട്, അത് റിലീസായിട്ടില്ല. ഷൂട്ടും കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ പക്ഷെ ഞാനും ലുക്മാനും വളരെയധികം നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും അതിന്റെ ഒരു 3 മൂവി എന്നൊക്കെ പറയുമ്പോൾ അതെ നമ്മള് എനിക്ക് വരലുള്ള കുറച്ച് സുഹൃത്തുക്കളുടെ ഒരു സുഹൃത്താണ് ലുക്മാൻ. സോ അപ്പൊ ആ ഒരു കംഫർട്ട് സോൺ ഭയങ്കര അധികം നമുക്ക് ഹെൽപ്പ് ചെയ്തു. സോ അപ്പൊ ഇപ്പൊ ലുക്മാന്റെ ഗ്രോത്തിനെയും ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കുമല്ലോ കാണുന്നത് അല്ലേ? നമുക്ക് കൗണ്ട് ചെയ്യാവുന്ന ഒരു ഹീറോ ആയി ഇപ്പൊ ലുക്മാൻ. കാരണം ഞാൻ അവന്റെ ആ ഒരു ഗ്രോത്ത് പീരീഡിൽ ഞാൻ കണ്ടിട്ടു 2018 നമ്മൾ ഹി വാസ്. പക്ഷെ അന്നും വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഭയങ്കര പാഷനേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പം അത് ഈ ഒരു ഗ്യാപ്പിൽ അവൻ ആ ഒരു അവനൊന്നും പറയാൻ പാടില്ല, ബട്ട് സ്റ്റിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ പറയുന്നത് ലുക്മാൻ്റെ ആ ഒരു ഗ്രോത്ത് പീരീഡിലും ഞാനത് ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര അധികം സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും മൊത്തത്തിൽ നമ്മളിപ്പോ ആകെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയമാണ്. അതെ, മൊത്തത്തിൽ സന്തോഷമാണ്. ഞാൻ നോക്കുമായിരുന്നു ഇപ്പൊ ജൂൺ മായ ടീച്ചറുടെ ഒരു ഓളം അതിപ്പോഴും സത്യത്തിൽ തീർന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും കോളേജിലൊക്കെ പോകുമ്പോൾ കോളേജ് പ്രമോഷന് പോകുമ്പോൾ എന്റെ പേര് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാർക്ക് അറിയില്ല, മായ മിസ് എന്നാണ്. നമ്മുടെ സ്വന്തം മായ മിസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെ അറിയുള്ളൂ. അതൊരു ആർട്ടിസ്റ്റിന് ഭയങ്കര ഇപ്പോഴും ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടും നമ്മൾ ആ കഥാപാത്രം അത്രയും രജിസ്റ്റർ ചെയ്തോണ്ടാണല്ലോ. തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഭാഗ്യമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ശ്രുതിയുടെ ജേർണി ചോദിച്ചു കഴിഞ്ഞാൽ ശ്രുതി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡാൻസ് വിടുന്ന പ്രശ്നമേ ഇല്ല. ഡാൻസ് വളരെ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ഇടയിൽ ഡാൻസിൽ എന്തൊക്കെയോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ ആ ശ്രുതി എവിടെയാ മോളെ, ഞാൻ മുംബൈയിലാണ്, ഞാൻ വെബ് സീരീസ് ചെയ്യും, ഞാൻ ഇപ്പുറത്ത് ഹൈദരാബാദിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ശ്രുതി എവിടെയൊക്കെ പോയി. പക്ഷെ ഇല്ല, കറക്റ്റ് സമയത്ത് ഇവിടെ വിളിക്കുന്ന സിനിമകളും. അപ്പോൾ എങ്ങനെയാണ് ഈ ഓട്ടം മാനേജ് ചെയ്യുന്നത്? അത് അനുഗ്രഹമാണ്. ചേച്ചിക്ക് അറിയാം, അന്ന് നമ്മൾ ഞങ്ങളുടെ ഇന്റർവ്യൂ നമ്മൾ ആക്ച്വലി 2019 അപ്പൊ ആ തുടങ്ങിയ കാലത്ത് എനിക്ക് അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. അതെ, കാരണം അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് വന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ഇത് കൊണ്ടുപോകണം പോലും ഇല്ല. നമുക്കങ്ങനെ ഗോഡ് ഫാദർ സപ്പോർട്ടേഴ്സിൽ ആരും ഇല്ല, ഒറ്റയ്ക്കുള്ളൊരു ജേണിയാണ്. അപ്പോൾ 2019 ഫസ്റ്റ് വെബ് സീരീസ് ഞാൻ ചെയ്യുന്നത്. അത് ഗോഡ്സ് ഓഫ് ധർമ്മപുരി എന്ന് പറഞ്ഞിട്ടുള്ള തെലുഗു. അതിൽ കുറച്ച് മെയിൻ ലീഡ് തന്നെയായിരുന്നു അതിൽ 10 എപ്പിസോഡും. അത് ഭയങ്കര. അപ്പോൾ നമ്മളിങ്ങനെ വേറെ ഇൻഡസ്ട്രീസിലൊക്കെ പോയപ്പോൾ അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി സിനിമ പഠിക്കണം, വൈഡാണ് ഇതിൻ്റെ ഒരു ഡെപ്തും ആക്ടിങ് ഡെപ്ത് ഇതൊക്കെ നമ്മളൊന്നും അറിയാതെ ചെയ്യുന്നതാണ്. അപ്പോൾ അപ്പോൾ അറിഞ്ഞിട്ട് കുറച്ചും കൂടി ചെയ്താലോ എന്നുള്ള ഒരു ചിന്തയായി വന്നു. അറിയണം കുറച്ചും കൂടെ. അന്നും എനിക്ക് ഈ കുറച്ച് പാൻ ഇന്ത്യൻ ആക്ട്രസ് ആവണം എന്നുള്ള ചെറുതിലേക്കുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതായത് ഞാൻ വിചാരിക്കുന്ന ലാംഗ്വേജിനും ഒരു ബാരിയേഴ്സ് ഇല്ല എന്നാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെയാണ്. കാരണം പിന്നെ ഞാൻ നൃത്തം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഭാഷകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം എനിക്ക് അങ്ങനെ ഇതിന് ഇവിടെ നിൽക്കണം, എനിക്ക് എവിടെയെങ്കിലും സിനിമ ചെയ്യണം. ഭാഷ തന്നെ ഇപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ഭാഷ ഞാൻ പഠിച്ച് ചിലപ്പോൾ തെലുഗു ആയാലും ഞാൻ തന്നെ ഡബ് ചെയ്യുന്നതും എല്ലാം 2 വെബ് സീരീസിൽ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. സോ അതെൻ്റെ ഒരു എനിക്ക് പ്രിവിലേജാണ്. ഞാൻ ചെയ്യുന്ന ജോലിയിലെ കംപ്ലീഷൻ എനിക്ക് അങ്ങനെ വരുള്ളൂ എന്ന് തോന്നുന്ന ഒരാളാണ്. കൂടെ ചെയ്തവരും മോശമില്ലാത്ത ആളുകളാണല്ലോ. അതെ അതും കൂടി പറഞ്ഞിട്ട് പോണം. അതെ, ഫസ്റ്റ് വെബ് സീരീസ് സത്യദേവ് ഇപ്പം ഭയങ്കര വലിയൊരു ആക്ടറാണ് അവിടുത്തെ. അന്ന് സത്യദേവിൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് പോയിന്റാണ്. പക്ഷേ ഈ സീരീസിന് ശേഷം സത്യദേവ് അവിടെ ഭയങ്കര വലിയ ആക്ടറായി. പിന്നെ സെക്കൻഡ് വെബ് സീരീസ് എന്ന് പറഞ്ഞത് ദൂത്ത എന്ന് പറഞ്ഞിട്ടുള്ള വിക്രം കുമാർ സാറിൻ്റെയാണ്. നാഗചൈതന്യ, പാർവതി തിരുവോത്തൊക്കെ ഉള്ള. ഞാൻ അവരുടെ കൂടെ കോമ്പിനേഷൻ ഇല്ല, പക്ഷെ അവരുടെ ആമസോൺ പ്രൈമിന്റെ ഒരു സീരീസ് ആണ് അത്. അല്ല, അങ്ങനത്തെ ഒരു കാസ്റ്റിംഗിൽ നമ്മളും തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളെ കൺസിഡർ ചെയ്യുന്നു. അതെ. പിന്നെ ഇപ്പോൾ ഒരു വെബ് സീരീസ് ഞാൻ ചെയ്തു. അത് ട്രെയിലോൺ അസാസിൻ എന്ന് പറഞ്ഞിട്ട് നാഗേഷ് കുക്കുനോ സാറിന്റെ.
അത് രാജീവ് ഗാന്ധി വധത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു അതും ഇതൊക്കെ ലൈഫിൽ കിട്ടുന്ന ഭയങ്കര ലക്കി മൊമെന്റ്സ് ആണ്. ഓൾസോ എനിക്ക് ഞാൻ വർക്ക് ചെയ്തിട്ട് ഡയറക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാം എനിക്ക് ആ ഫ്രീഡം തന്ന് എന്നെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാത്ത. ഇപ്പം നാഗേഷ് കുമാർ സാറിൻ്റെ കൂടെ പോലും അദ്ദേഹം അത്രയും എക്സ്പീരിയൻസ് ആയിട്ട് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് 2 ദിവസമൊക്കെ ഞാൻ ആദ്യമായിട്ട് മോണിറ്റർ ഇല്ലാതെ വർക്ക് ചെയ്യുന്നത്. സാറ് മോണിറ്റർ കാണാൻ അനുവദിക്കില്ല. അപ്പോൾ ഫസ്റ്റ് ഞാനിങ്ങനെ ഞാൻ ചെയ്തത് ശരിയാണോ, നമുക്ക് ആകെ കൺഫ്യൂഷൻ. സാറ് ജസ്റ്റ് ബിലീവ് മീ പറഞ്ഞു. ശരിക്കും അങ്ങനെയല്ലേ ഒരു മേക്കറുടെ കോൺഫിഡൻസ് ആണല്ലോ. അപ്പൊ അങ്ങ് അദ്ദേഹത്തിന് പിന്നെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിനുള്ള വിശ്വാസം കൂടി. അപ്പൊ നമ്മളോട് സജഷൻ ശ്രുതി അങ്ങനെ വേറെ ഓപ്ഷൻ തരുമോ, 2-3 ഓപ്ഷൻ തരുമോ. അപ്പൊ നമുക്ക് നമ്മളത് അദ്ദേഹം നമ്മളെ സ്വീകരിച്ചു എന്നുള്ളതിനൊരു വലിയൊരു കാര്യമാണല്ലോ. പിന്നെ നമുക്ക് പറ്റും തോന്നുമ്പോഴാണ് നമ്മളോട് ഓപ്ഷൻ തരാൻ പറയുന്നത്. അതും കൂടെ അല്ലേ പറയണം. അത് ഇപ്പൊ പറഞ്ഞത് ഹിന്ദി അല്ലേ? ഹിന്ദിയാണ് ഞാൻ തമിഴ് ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. എന്നാലും സംഭവം ഹിന്ദിയാണല്ലോ. സ്റ്റാറിലാണ് അത് പ്ലാൻ ചെയ്യുന്നത്. സാർ തന്നെയാണ്, അവരുടെ തന്നെയാണ് പ്രൊഡക്ഷനും. ഇപ്പൊ ഹിന്ദി ചെയ്തു, തെലുഗു ചെയ്തു, വേറെ ഏതൊക്കെയാ? ഭോജ്പുരി, മറാത്തി, കന്നഡ, അസമിയ. എനിക്ക് ബംഗാളി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് എൻ്റെ ഒരു ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു. നമുക്ക് ഒരുവിധം എല്ലാവർക്കും ഈ ബംഗാളി ലവ് ഉണ്ടല്ലേ? മറാഠി ഇഷ്ടമാണ് എനിക്ക്. മറാത്തി ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ് മറാത്തി എനിക്ക്. അങ്ങനെയൊക്കെ വരും. അപ്പോൾ അവിടുത്തെ ഈ ലാംഗ്വേജ് പഠിച്ച് ചെയ്യുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? തെലുഗു എനിക്ക് കാരണം ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് ചെന്ന് കൊണ്ട് ഇടുക. എനിക്കങ്ങനെ ഞാൻ ബേസിക്കലി ഞാൻ ഭയങ്കര ഇങ്ങനെ ഫ്ലോയിൽ പോകുന്ന ഒരാളാണ്. അപ്പൊ അവിടെ പോയി അവിടെ അങ്ങ് ചേരും. വീണടം വിഷ്ണുലോകം അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ എനിക്കൊരു 5-10 മിനിറ്റ് മതി. അവിടെ ഏരിയ കംപ്ലീറ്റ് മൊത്തം എൻ്റെ കൂടെ വരും. അങ്ങനത്തെ ഒരു ഞാൻ പണ്ടോട്ട് അങ്ങനെയാണ്. പെട്ടെന്ന് ഫ്രണ്ട്സ് ഉണ്ടാക്കും, പെട്ടെന്ന് ആളുകളിലേക്ക് എൻ്റെ ചുറ്റും ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ എന്തോ അതൊരു അനുഗ്രഹമാണ്. അങ്ങനെ ആളുകൾ നമ്മുടെ കൂടെ അങ്ങ് സപ്പോർട്ട് ചെയ്ത്, ഒരു റൈറ്ററൊക്കെ ഫുൾ ടൈം കൊടുത്തിട്ടുണ്ടാവും, പറഞ്ഞു തരും. പിന്നെ എഴുതി പഠിക്കും കേട്ടോ, പഠിക്കാണ്ടിരിക്കുന്നില്ല. എഴുതി തലേദിവസമൊക്കെ എഴുതി 3 പ്രാവശ്യം സ്കൂളിലൊക്കെ പറഞ്ഞേക്കും ഡയലോഗ് 3 പ്രാവശ്യം 7-10 പ്രാവശ്യമൊക്കെ എഴുതി പഠിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. പക്ഷെ അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് അങ്ങനെ. പിന്നെന്ന് പറഞ്ഞാൽ ഡാൻസിൻ്റെ ഒരു വലിയൊരു ഗുണം അവിടെയാണ്. കാരണം നമ്മൾ തെലുഗുവിൽ ഒരുപാട് കൃതികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പല അറിയാം. ഇതിൻ്റെ ഒരു പ്രാകൃതമായിട്ടുള്ള ഭാഷ നമുക്ക് അറിയുന്നതുകൊണ്ട് ഇപ്പോഴത്തെ കുറച്ച് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു നോളേജ് ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട്. അത് കാരണം ചിലപ്പോൾ അതായിരിക്കും ഇത്ര ഈസി ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ വന്ന സമയത്ത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു, പെട്ടെന്ന് വരുന്നു. നമ്മൾ ആഗ്രഹിച്ചൊരു സ്പേസ് ഏത് കലാകാരന്മാർക്കും ഏറ്റവും നന്നായിട്ട് എക്സ്പ്രസ് ചെയ്ത് നമ്മളെ ഓഡിയൻസിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് മൂവീസ് എന്ന് പറയുന്നത്, അല്ലെ? വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ അന്നത്തെ ശ്രുതിക്ക് ഉണ്ടായിരുന്ന പ്ലാനിങ് അല്ലെങ്കിൽ ഇല്ലാതിരുന്ന പ്ലാനിങ് ആയിരിക്കില്ലേ ഇപ്പോഴത്തെ ശ്രുതി? ആ ഒരു ജേർണി ഒരു പരിധി വരെ മാറ്റിയിട്ടുണ്ടാവും ശ്രുതി ആസ് എ പേഴ്സൺ, ആസ് എൻ ആർട്ടിസ്റ്റ് എസ്പെഷ്യലി. അതെങ്ങനെയാണ് ഞങ്ങളോട് ഷെയർ ചെയ്യാം? തീർച്ചയായിട്ടും. സിനിമ എന്നെ ഭയങ്കരമായിട്ട് പേഴ്സണലി എന്നെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ സാധുവായിരുന്നു, വളരെ ഇന്നസെൻ്റ് ആയിരുന്നു. സാധുവിന് കുഴപ്പമൊന്നുമില്ല, വളരെ നോ പറയാൻ മടിയുള്ള അങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയായിരുന്നു. ഭയങ്കര വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നു. അതിന് നമ്മളൊരുപാട് എൻ്റെ ഒരു കുറച്ചുകൂടി ചുറ്റുപാടുകളിൽ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു ഒരു കുട്ടിയായിരുന്നു, എനിക്കറിയാവുന്ന. അതെ. അങ്ങനെ വിട്ട് ബ്രേക്ക് ചെയ്യണമെന്നും ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഇമോഷണൽ അറ്റാച്ച്മെന്റിന്റെ പേരിൽ ഞാൻ വളരെയധികം ബോണ്ടേജ് എൻ്റെ ഫാമിലി ആയിട്ടും സിറ്റുവേഷൻസ് ആയിട്ടും അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ പക്ഷെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഒരു 20 വയസ്സിനുള്ളിൽ ഞാൻ US-ഉം എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ കൺട്രീസ് കലാക്ഷേത്രയുടെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് നമ്മുടെ പിന്നെ കോളേജിൽ നിന്ന് വന്നിട്ടുള്ള കുറേ ട്രഡീഷണൽ വാല്യൂസ് നമ്മൾ ഇൻജെക്ട് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പക്ഷെ ക്യാരക്ടേഴ്സ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ പല ഡിസിഷൻസ് എടുക്കാൻ. ഞാൻ ലാൽ സാറിൻ്റെ യൂട്യൂബിലെ ഗ്രാറ്റിറ്റ്യൂഡ് ആപ്പും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കുറേ വ്ളോഗ്സൊക്കെ ഞാൻ കാണാറ്. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ സാറ് പറഞ്ഞു വാക്ക് നമ്മളിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ നമുക്ക് തരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള നമ്മൾ ഒരു കഥാപാത്രം ആവണം. നമ്മൾ ചിലപ്പോൾ അവിടെ നിൽക്കും. ഞാനൊക്കെ അങ്കമാലി ഡയറീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനത്തെ പോലീസ് ഓഫീസറെ കണ്ടിട്ടേ ഇല്ല എൻ്റെ ലൈഫിൽ, കോൺസ്റ്റബിളെ കണ്ടില്ല. പക്ഷെ ഞാനത് ചെയ്തു. അതിനുശേഷം എനിക്ക് ഹൈവേ ജെസ്സി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ, എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനത്തെ ഒരാളെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ അത്
ഉള്ളിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ നോട്ട് ചെയ്യാത്ത പലതും നമ്മൾ രജിസ്റ്റർ ചെയ്ത് കിടക്കുന്നുണ്ടൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് എനിക്കത് വന്നത്. പക്ഷേ ഈ കഥാപാത്രം ചെയ്യാൻ എടുക്കുന്ന എഫേർട്ട്, ഞാൻ ചെയ്യാൻ പോവാണെന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എൻ്റെ ലൈഫിൽ, ചേച്ചി കുറച്ച് ലൈഫ് എൻ്റെ അറിയുന്നത് കൊണ്ട് ആ ലൈഫിൽ പല കാര്യങ്ങളും എനിക്ക് മാനേജ് ചെയ്യാനും മുന്നോട്ട് പോകാനും എന്നെ ക്യാരക്ടേഴ്സ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. വളരെ അല്ലേ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് അങ്ങനെ വലിയ പ്ലാനുകളൊന്നും ഉണ്ടാവും, പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണ്, എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യണം, എവിടെ പോകണമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ പീരീഡ് വളരെ സ്ട്രഗിൾ ആയിരുന്നു. അത് ഞാൻ റിയലൈസ് ചെയ്തു, സിനിമ ഞാൻ ചെയ്തിരിക്കും. സിനിമയെ കോവിഡ് ടൈം ആയപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇനി സിനിമ ഉണ്ടാവില്ല. അത് വല്ലാത്തൊരു പീരീഡ് ആയിരുന്നു. ഞാൻ വെബ് സീരീസ് ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ ഞാനൊരു 6 monthsോളം കുറച്ച് ബെഡ് റിഡ് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അസുഖങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഓക്കെ ആയി വന്നപ്പോൾ കോവിഡ്, പിന്നെ അച്ഛന് ഹെൽത്ത് ഇഷ്യൂ, അങ്ങനെ കുറേ ഇഷ്യൂസിനപ്പോൾ ഞാൻ ഇനി സിനിമ ഉണ്ടാവില്ല എന്ന് വിളിക്കുന്ന സമയത്താണ് കാണേ എന്ന് പറഞ്ഞ സിനിമ ആ സമയത്ത് ചെയ്യുന്നു, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു ഓക്കെ ആവും, അപ്പോൾ സിനിമ ചിലപ്പോൾ എനിക്ക് ചിന്തിച്ചു കാണേ എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. അതെ അതെ. അപ്പോൾ സിനിമ എനിക്ക് ഇനി സിനിമയെക്കുറിച്ച് ചിന്തിക്കാം എന്ന് വീണ്ടും ഞാൻ ചിന്തിച്ചു തുടങ്ങി. ആക്ച്വലി അവിടെ നിന്നാണ് എനിക്ക് കോവിഡാണ് എനിക്ക് ഒരു സ്ട്രെങ്ത് തന്നു. എനിക്ക് ശ്രുതിക്ക് സിനിമ വേണം എന്നുള്ള, എനിക്ക് സിനിമ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ ആ ഡിസിഷൻ എടുത്തത് ആ ടൈമിലാണ്. പിന്നെ അവിടെ നിന്ന് ഞാൻ സത്യം പറഞ്ഞ വീണ്ടും സെക്കൻഡ് കോവിഡ് വന്നു. സെക്കൻഡ് കോവിഡ് സമയത്തും ഞാൻ ഒരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അതായത് ഞാൻ സിനിമ ചെയ്യാണ്ടേ ഇരിക്കുന്നില്ല, ഇവിടെ അല്ലെങ്കിൽ അവിടെ അതാണ് പറഞ്ഞത്. മലയാളത്തിലല്ലെങ്കിൽ തമിഴിലല്ലെങ്കിൽ അപ്പോൾ അവിടെയും ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്, പൈലറ്റ് മൂവീസ്, അത് കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ അന്ന് തൊട്ട് ആ ഫ്രണ്ട് സർക്കിൾ അങ്ങ് കൂടാൻ തുടങ്ങി. അതിനിടയിൽ ഒരു ഹിന്ദി മൂവി ചെയ്തു, ദഹനി എന്ന് പറഞ്ഞിട്ടുള്ള രാജേഷ് ടച്ചിവൻ സാറിൻ്റെ, തനിഷ്ഠ ചാറ്റർജി ഒക്കെ ഉള്ള, ഇതൊക്കെ കോവിഡ് സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു, യെസ് ഇവിടെ അതൊരു വാശിയല്ല, എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ള. പിന്നെ ഞാൻ തീരുമാനിച്ചു, എനിക്കങ്ങനെ കുറേ പെട്ടെന്ന് അങ്ങ് സിനിമയിൽ വന്ന് പോകണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരാളാണ്. ഐ ഹാവ് ടു സ്റ്റേ ഹിയർ, കുറച്ച് നാൾ നിന്ന്. ഇപ്പം ഞാൻ പ്രായമാവുന്ന കൂടെ തന്നെ അങ്ങനത്തെ കഥാപാത്രങ്ങളും ചെയ്ത് കുറച്ച് നാൾ ഒരു 50 വയസ്സ് വരെ 60 വയസ്സ് വരെ ചെയ്യണമെന്ന് ഇപ്പം അതായി ഇപ്പം എൻ്റെ ആഗ്രഹം. ഞാൻ ഇനി എന്ത് വന്നാലും സിനിമയെ ഞാൻ വിടില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ. ഇപ്പോൾ ഇത്തരം നമ്മുടെ പാഷന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ്ലി നിൽക്കുമ്പോൾ, ഈ പെൺകുട്ടികളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളായാലും നമുക്കതൊന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല. നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ വരും. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കൺവെൻഷണൽ കാര്യങ്ങൾ നമ്മളെ തളച്ചിടുന്ന കുറേ കാര്യങ്ങൾ, അപ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതുമായിട്ട് സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പോഴും ആണോ? പിന്നൊരു നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നടത്തിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പം ഞാൻ അതിനു വേണ്ടി കുറേ പറഞ്ഞു നോക്കും, കുറേ നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, പിന്നെ അങ്ങ് പറഞ്ഞ കേൾക്കാത്ത അവസ്ഥയായി. എല്ലാവരും പോലെ നമുക്കൊരു ജീവിതമേ ഉള്ളൂ. അതെ, നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ. അല്ല, ഞാൻ എനിക്ക് ഈ ഒരു ലൈഫിൽ എന്തെങ്കിലും ആവണം എന്നുള്ള സാധനം എൻ്റെ ഇപ്പോഴും എൻ്റെ ഫോണിൽ എടുക്കണം. ഞാൻ എപ്പോഴും ഞാൻ ഭയങ്കര വീക്കാണ് സമയത്ത് നോക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീകൃപ എന്ന് പറഞ്ഞു, ഷീസ് നേഴ്സ്, ഇപ്പോൾ കാനഡയിലാണ്. ഞാൻ കലാക്ഷേത്ര എൻ്റെ 17-18 വയസ്സിൽ അവിടെ പോയിട്ട് ഞാനൊരു പെർഫോമൻസ് വേണ്ടി ഒന്ന് മോളെന്നെ കാണാൻ വന്ന സമയത്ത് എനിക്കൊരു ലെറ്റർ വന്നു. ലെറ്ററിൽ എഴുതിയിട്ടുള്ളത് നമ്മുടെ സ്കൂൾ ഫ്രണ്ട്, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള സുഹൃത്താണ് എഴുതിയിട്ടുള്ള. അവസാനം എഴുതിയിട്ടുണ്ട്, എന്താണ്, ഒരു ശ്രുതി, നിനക്ക് ഈ ജീവിതമേ ഉള്ളൂ, നിൻ്റെ കഴിവ് നിനക്കറിയാം. 17 വയസ്സിൽ എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്ത കാര്യമാണ്. മരങ്ങളും ചെടികളും വളരും, അവ വളർന്ന് പന്തലിക്കും, ജീർണിക്കും, മണ്ണിലടിയും. പക്ഷെ മനുഷ്യർ അങ്ങനെയല്ല. മനുഷ്യർക്ക് വളരാൻ പറ്റും. അവ നമ്മൾ ജീർണിച്ചാലും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ, സോ നിൻ്റെ ലൈഫ് നീ ഇവിടെ മാർക്ക് ചെയ്തിട്ടേ പോവാകൂ എന്ന് പറഞ്ഞിട്ട് ആ 17 വയസ്സിൽ എൻ്റെ മനസ്സിൽ ശ്രീകൃപ
ഐ ക്യാൻ സി, ഇപ്പോഴും എൻ്റെ കയ്യിൽ വേണമെങ്കിൽ കാണിച്ചു തരാം ആ ഒരു ആ കുട്ടിയുണ്ടോ ഇപ്പൊ കൂടെ? അവളിപ്പോ ഇവിടെയാണ്, കാനഡയിലാണ്. ടച്ചിൽ യെസ് യെസ്, ഞാൻ പറയടാ, ഞാൻ വീക്കാവുന്ന സമയത്ത് എടുത്ത് നോക്കണം. ഞാൻ ആ ലെറ്റർ ഇപ്പോഴും, അതായത് നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ പറയേ നമ്മുടെ ഓരോ ജന്മത്തിനും ഓരോത്തിനും ഓരോ ലക്ഷ്യം ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ധർമ്മം ഉണ്ടായിരിക്കും. സോ അതിൽ ഞാൻ എൻ്റെ ഇതിൽ വിശ്വസിക്കുന്ന അത് ഭയങ്കരമായിട്ട് എന്നെ ഞാൻ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഭയങ്കര ഡൗൺ ആയി പോണ സമയത്ത് ഇത് നോക്കും, ഓക്കെ ശ്രുതി കമോൺ. അപ്പോൾ അത് സ്ത്രീകളുടെ പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഉണ്ട്. നാട്ടുകാർ, വീട്ടുകാർ, പിന്നെ ഈ നമ്മുടെ മേഖലയിൽ തന്നെ വളരെ വളരെ കാറ്റഗറൈസേഷനും ലൈക്ക് ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റു ലാംഗ്വേജസിൽ പോകുമ്പോൾ ബെറ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ സിറ്റുവേഷൻസ്? അത് എന്തുകൊണ്ട് അങ്ങനെയാവും എനിക്കറിയില്ല. ഇവിടെ നമ്മൾ അതിനെ കുറിച്ച് എപ്പോഴും പറയും, അവിടെയൊക്കെ ഇങ്ങനെയാണ്, ഇതേ ആളുകൾ തന്നെ പറയും. പക്ഷെ അവര് ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറച്ച്, പക്ഷെ എല്ലായിടത്തും ഇല്ല, എല്ലായിടത്തും ഇല്ല. ഞാൻ പറയാം എല്ലായിടത്തും ഇല്ല. ചില സ്ഥലങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. നമ്മളത് ഓക്കെ, ഇതൊരു പാർട്ട് ഓഫ് അവർ ജേർണി എന്ന രീതിയിൽ നമ്മളത് നമുക്ക് അഭിനയിക്കണം. അതെ, ഇപ്പൊ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചല്ലോ. തീർച്ചയായിട്ടും പഠിച്ചു. നമ്മളെല്ലാം അതിനൊരു ഫണ്ണായിട്ട് എടുത്തു കഴിഞ്ഞാലേ, നമ്മൾ അതിനങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ നമ്മളും വളരെയല്ലേ. അതെ, തീർച്ചയായിട്ടും. അവരത്രേ ഉള്ളൂ, അവർക്ക് അത്രേ വളരാൻ പറ്റിയിട്ടുള്ളൂ മനസ്സിലാക്കാം. പിന്നെ നമ്മൾ അൾട്ടിമേറ്റ് നമുക്ക് ജോലി വേണം, നമുക്ക് അഭിനയിക്കണം. എനിക്ക് ഇതൊക്കെ ഓരോ പാഠങ്ങളാണ്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡയറക്ടേഴ്സും ഓരോ സിനിമയും ഓരോ സെറ്റും ഓരോ കോ ആക്ടറും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ആക്ടിങ്, ഇത്രയും കൊല്ലമായിട്ട് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴാണ്. ഒരു നവരസ സാധനമായിട്ടുള്ളൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മുംബൈയിലൊക്കെ പോയപ്പോഴാണ്, കാരണം അവർ കുറച്ചും കൂടി പ്രൊഫഷണലാണ്, സിസ്റ്റമാറ്റിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് പോയിട്ട് അറിയാതിരിക്കാൻ പാടില്ല. അപ്പം അറ്റ്ലീസ്റ്റ് ടേംസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോസസ്സ് അതാണ്. പക്ഷെ കുറച്ചുകൂടി സിസ്റ്റമായിട്ട് നമ്മൾ കുറച്ചും കൂടെ അതിനറിയാനും അപ്പം ആഗ്രഹം നമ്മൾ കൂടി തുടങ്ങി. എന്താണ് നമുക്ക് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കറക്റ്റ് തന്നെയാണോ, ഇടയ്ക്ക് നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്യുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കട്ടെ, അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് വന്നാലും എങ്ങനെയായിരിക്കും എൻ്റെ ജേർണി എന്ന് എനിക്കറിയില്ല, ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം, പക്ഷെ ഡാൻസ് എനിക്ക് വിടാൻ പറ്റില്ല. അന്ന് ആ സമയത്ത് കലാക്ഷേത്രയിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അവിടെ പഠിപ്പിക്കൽ അങ്ങനെ എന്തോ ഒരു സംഭവം കോഴ്സ് കഴിഞ്ഞിരുന്നു, എന്തോ ഇടയ്ക്ക് പോകണം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞൊരു ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് പക്ഷെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു ഇതിൽ നമ്മൾ ആ വിചാരിക്കുന്ന ലെവലിൽ ഡാൻസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? പക്ഷെ എന്തൊക്കെയോ തരത്തിലത് മാനേജ് ചെയ്യുന്നത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പെർഫോമൻസ് ഇപ്പൊ ഞാൻ ചെറിയൊരു കാലിന് ചെറിയൊരു ഇഞ്ചുറി കുഞ്ഞ് ഉള്ളതുകൊണ്ട് അറിയാം, പ്രാക്ടീസ് ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ മന്ത്ലി വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് അത്യാവശ്യം ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരാറുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ നമ്മൾ കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിപ്പിക്കലൂടെ നമ്മൾ ആക്ച്വലി പഠിക്കുകയും കൂടെയാണ്. നമ്മളറിയാതെ നമ്മളും ആക്ച്വലി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കലിൽ കുറച്ചധികം ഫോക്കസ് ചെയ്യാൻ തുടങ്ങി കുറച്ച്. അപ്പോൾ സ്ഥിരമായിട്ട് ക്ലാസ് ഒന്നുമില്ല. എൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ പിള്ളേർക്ക് ശ്രുതി ചേച്ചിയുടെ അടുത്ത് ക്ലാസ് ഒന്നും കിട്ടുന്ന വരരുത്. ഞാൻ അവൈലബിൾ ആകുമ്പോൾ അവർ വന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് മാറി. കാരണം ഇതൊരു ഇപ്പോൾ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് പിന്നെ എപ്പോഴും വരിക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അതിനൊപ്പം തന്നെ കൂടുതൽ ഓൺലൈനാണ്. അപ്പം ഞാൻ എവിടെ പോയാലും ക്ലാസ് എടുക്കാം. സൂമും ഗൂഗിൾ മീറ്റുള്ള കാരണം ഏത് ലോകത്ത് പോയാലും അത് ഓൺലൈനിൽ ഭയങ്കര ഒരു സാധ്യതകളാണ്. ഇപ്പം ഞാൻ കുറച്ചും കൂടെ അതൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് എനിക്ക് കുറച്ച് അങ്ങനത്തെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. കുറച്ച് ഹാപ്പി ലൈക്ക് ഇവർക്ക് പെർഫോം ചെയ്യാനുള്ള ജസ്റ്റ് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഡാൻസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ മാത്രമായിട്ട് ഒരു 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 ക്യാപ്സ്യൂൾ പോലത്തെ ഒരു സാധനം, ഒരു ഹാപ്പിനെസ് ഡാൻസിനോ പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്. അപ്പം അതിൻ്റെ പ്ലാൻ നടക്കുന്നുണ്ട്. അപ്പോൾ യോഗയും മെഡിറ്റേഷനും ഡാൻസും സ്റ്റോറി ടെല്ലിങ്ങും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള, അതായത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ റിലാക്സ്. പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ ഡിഫിക്കൽട്ടീസിൽ കൂടെ നിന്നിട്ടുള്ള നൃത്തമാണ്. എൻ്റെ പ്രാക്ടീസും എൻ്റെ സാധനയൊക്കെയാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട്. നമ്മളൊരു മെന്റൽ ബാലൻസിനെ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആർട്ട് ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഏത് ആർട്ടിസ്റ്റായാലും ലൈഫിനെ ബാലൻസ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമ്മൾ
പകുതി കഴിഞ്ഞു ജയിച്ചു. അതെ, അതാണ് ആദ്യം പഠിക്കേണ്ടത്. പിന്നെ നമുക്ക് ഭയങ്കര നമുക്ക് കുറച്ച് അയ്യോ പടം ആരും വിളിക്കുന്നില്ലല്ലോ ഈശ്വര, നമ്മളെ പോവും ആ ഡിപ്രഷൻ എന്നല്ല, ആ ഒരു തോട്ട് ആൻസൈറ്റിയിൽ നമ്മളിങ്ങനെ പോകുമ്പോഴേക്കും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഡാൻസ് ഉള്ളതുകൊണ്ടാണ്. അതായത് ഞാൻ പ്രാക്ടീസ് ചെയ്യും, കുറച്ചും കൂടെ ഹാപ്പി ആവും ഞാൻ. അപ്പോൾ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കും. അതെൻ്റെ ഒരു കാരണം ഞാൻ ആ ഒരു അവിടേക്ക് പോകുമ്പോഴേക്കും എന്നെ ഞാൻ പിടിച്ചിങ്ങ് ഇരുത്തും. അത് എല്ലാവരും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് അറിയാം ഒരുപാട് നമ്മുടെ കൂടുതൽ ആൾക്കാരും മൂവീസ്, കാരണം ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയല്ല. നമുക്ക് എപ്പോഴും ചിലപ്പോൾ ഒരു കൊല്ലം വെറുതെ ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ അടുത്ത കൊല്ലമായിരിക്കും നമുക്ക്. പക്ഷെ ആ സമയവും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം പീസ് ഓഫ് മൈൻഡ് ഭയങ്കര മൈൻഡിനെ ബാലൻസ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമുക്ക് മൈൻഡ് നമ്മൾ കറക്റ്റായാലും നമുക്ക് കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? കാരണം നമ്മൾ വേറൊരാളാവന്നെയാണ് ഇത്രയൊക്കെ ആയാലും അഭിനയിക്കുമ്പോൾ. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ പല ലാംഗ്വേജസിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ പല കൾച്ചറിൽ കൂടെയാണ് കടന്നു വരുന്നത്. ഇപ്പം അന്ന് നമ്മൾ മായാമിസിനെ ചെയ്യുമ്പോൾ നമ്മൾ റോ ആണ്, നമ്മളിൽ നിന്ന് പറയുന്ന സാധനം നമ്മൾ അത്രയും നമ്മളിൽ ഉള്ളത് കൊടുക്കുക ചെയ്യണം. അത് കഴിഞ്ഞ് ഇപ്പം നേരത്തെ പറഞ്ഞു വെബ് സീരീസ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ടല്ലേ പോകണം. അപ്പം ഞാൻ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പം നമ്മൾ തന്നെ നമ്മളിലേക്ക് കുറേ ഇമ്പ്രൂവ്മെന്റ്സും ഗ്രൂമിങ്ങും സെൽഫായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആസ് എൻ ആക്ടർ ശ്രുതി എങ്ങനെയാണ് ഇപ്പം നോക്കി കാണുന്നത്? നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ സെൽഫായിട്ട് ഇപ്പോഴും എന്നെ അസസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അത് ഇഷ്ടമാണ്. എനിക്ക് എന്നെ തന്നെ കാണുന്നതും ഞാൻ എന്നെ തന്നെ മോണിറ്ററിൽ കാണുന്നതും എന്നെ സിനിമകൾ കാണുന്നതും ഒക്കെ ഞാൻ കുറച്ചും കൂടെ ഇപ്പോൾ ഒരു മെച്ചുവേർഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. എനിക്ക് മാത്രമാണെന്ന് അറിയില്ല. അല്ല, സെൽഫായിട്ട് നമ്മൾ മുമ്പത്തെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഡബിങ്ങിലാണെങ്കിലും, കാരണം ഡബിങ് ഒരു വേറെ കലയാണ് അല്ലേ? അപ്പോൾ അതിലാണെങ്കിലും അതിലൊക്കെ ഇപ്പം ഞാൻ കുറച്ചും കൂടി വേരിയേഷൻസ് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു ഡബിങ് ചെയ്തു ഒരു അപ്പോൾ അതെന്തിനായിരുന്നു? അത് ഒന്ന് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തു. പിന്നെ മുമ്പ് ഒരു സിനിമ ഒരു വോയിസ് ഓവർ ആയിരുന്നു മൊത്തം സിനിമ, എൻ്റെ എന്ന് പറഞ്ഞിട്ട്. ആ ക്യാരക്ടർ മൊത്തം വോയിസ് ഓവർ ഞാനാ ചെയ്തത്. അതും ഭയങ്കര, അത് നമുക്ക് നമ്മളിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിക്കാൻ. അപ്പോൾ ആ ഡബ്ബിങ് ചെയ്തപ്പോൾ ഓക്കെ, ഞാൻ കുറച്ചും കൂടെ എനിക്ക് ഡബ്ബിങ് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആ വേരിയേഷൻ, ഇപ്പം ഞാൻ ഡബ്ബിങ് വേരിയേഷൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഇപ്പോൾ നമ്മുടെ തന്നെ കൂടെയുള്ള ആൾക്കാരുടെയും നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരുടെയും ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. ഇപ്പം ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മളെ, ഒരുപാട് ആക്ടേഴ്സിൻ്റെ കാണാനും കേൾക്കാനും ഒക്കെ. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ ഇന്ന പോലെയൊക്കെ ആയിരിക്കണം എന്നൊരു ആക്ടർ എന്ന രീതിയിൽ ഇപ്പോൾ ശ്രുതിക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ, കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടാവും. അതുപോലെ ഇങ്ങനെ ഇന്നതൊന്നും വേണ്ടെന്ന് നമ്മൾ ലേൺ ചെയ്യുമ്പോൾ തന്നെ കുറേ അൺലേണിങ്ങും നടക്കുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ? ആസ് എ പേഴ്സൺ ആവാം, ആസ് എൻ ആക്ടർ ആവാം. ഞാൻ ഭയങ്കര ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരാളാണ് ആസ് എൻ ആക്ടർ നല്ലതിൽ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ ഫസ്റ്റ് എപ്പോഴും എവിടെയും പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അൺലേൺ ചെയ്ത് ഞാൻ ഡാൻസ് എപ്പോഴും അൺലേൺ ചെയ്യും സിനിമ ചെയ്യുമ്പോൾ. അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനങ്ങ് മറക്കും, അല്ലെങ്കിൽ പിന്നെ നടക്കില്ല. സത്യമാണത്. ഞാൻ ഡാൻസിനങ്ങ് കുറച്ച് ദിവസം എനിക്ക് ചക്കര അവിടെ തിരിച്ച് കുറച്ച് വരാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ അവിടെ അങ്ങ് വെക്കും, എന്നിട്ട് ഈ കുഞ്ഞിനെ എടുക്കും. അടിപൊളി. ഡാൻസിന് അൺലേൺ ചെയ്യും ഞാൻ ചിലപ്പോൾ ഒരു 2 ദിവസം മുമ്പൊക്കെ ഞാൻ പ്രാക്ടീസ് വരെ നിർത്തും. ഒരു തരത്തിലും അതിൻ്റെ ഒരു ഷെയ്ഡ് വരരുത് എന്നുള്ളതുകൊണ്ടല്ലേ. പക്ഷേ എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ എനിക്ക് നല്ല ഫുൾ ഇങ്ങനെ ഡാൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം, അങ്ങനത്തെ തോന്നലുകളുണ്ടോ? അടുത്ത് തോന്നി. എനിക്ക് കുറച്ച് മെത്തോളജിക്കലായിട്ടുള്ള രാജമൗലി സാറിൻ്റെ സിനിമകളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്വപ്നത്തിലൊക്കെ എൻ്റെ വിഷൻ ബോർഡിൽ രാജമൗലി സാർ പടം കൊടുത്തിട്ടുണ്ട്. അതൊരു മാനിഫെസ്റ്റേഷൻ അതെ, ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ പടത്തിൽ ഞാനൊരു ഡാൻസ് ക്യാരക്ടറായിട്ട് ഞാൻ ആക്ച്വലി ഹൈദരാബാദ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് ഈ ഓഡീഷന് പോകണം ഫസ്റ്റ് കണ്ട ഒരു പോസ്റ്റർ രാജമൗലി സാർ. ഞാൻ പറഞ്ഞു, സാർ എന്തായാലും ഞാൻ നിങ്ങളുടെ പടത്തിൽ അഭിനയിച്ചിരിക്കും. ഞാൻ വന്നിട്ടില്ല, എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഐ നെവർ മെറ്റ് ഹിം. അത് ഭയങ്കര എൻ്റെ അവിടുത്തെ ഹൈദരാബാദ് ഫ്രണ്ട് സർക്കിൾ എല്ലാവർക്കും അറിയാം. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള അവിടെ ഉണ്ടല്ലോ ഇപ്പോൾ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. നാച്ചുറലി എവിടെ പോയാലും അവിടെ ഒരു സർക്കിൾ ഉണ്ടാക്കിയിട്ടല്ലേ അവിടെ പോവുള്ളൂ.
അപ്പം അതാണ് വിഷ് ലിസ്റ്റിലൊന്ന്. പിന്നെ വേറെ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നമുക്ക് എപ്പോഴും അവർ നമ്മുടെ എന്താ പറയുക ഓൾവേസ് നമ്മുടെ ഇൻസ്പിറേഷൻ ആണ്, അവരാവാൻ നമ്മൾ കൊതിക്കും. അപ്പം ആ രീതിയിലൊക്കെ നമുക്ക് മുന്നോട്ട് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യണം അങ്ങനെ വിചാരിച്ച, നമ്മൾ ബംഗാളി മൂവിയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ചെയ്യണം എന്ന് വിചാരിച്ച വേറെ എന്തെങ്കിലും വിഷ് ലിസ്റ്റിലുണ്ടോ? എനിക്ക് ലാൽ സാറെ കൂടെ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാവർക്കും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമാണ്. പിന്നെ എനിക്ക് ആക്ട്രസസ്, എനിക്ക് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആക്ട്രസ് സ്മിത പാട്ടേലാണ്. ഷീസ് നോട്ട് മോർ. നന്ദിത ദാസൻ, അവരുടെ കൂടെയൊക്കെ എൻ്റെ ഒരു ഇഷ്ടങ്ങൾ അതൊക്കെയാണ് കുറച്ചും. അല്ലെങ്കിൽ അവർ ചെയ്ത ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്യണം. സ്മിത പാട്ടേൽ എൻ്റെ ഭയങ്കര അവരൊരു ഇങ്ങനെ ആക്ടർ ഓഫ് ക്ലാസ് ആണ്, കമ്പാരിസൺ ഒന്നും ഇല്ല. അവരാണ് എൻ്റെ ഒരു ഐക്കൺ എന്ന് പറയുകയാണെങ്കിൽ അവരാണ്. നന്ദിത ദാസ് മാം, അവരുടെ അങ്ങനത്തെ സിനിമകളൊക്കെ അവരെ പോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യണം, അതൊക്കെ അങ്ങനത്തെയാണ് എൻ്റെ കൂടുതൽ ആഗ്രഹം. ഡാൻസ്, യെസ്, ഡാൻസിനും കൂടെ, കാരണം കുറച്ചും കൂടെ ഡാൻസിനും കൂടെ കുറച്ച് ഒരു ഇത് വരുമല്ലോ, ആൾക്കാരെ അറിയും ഞാൻ ഡാൻസർ ആണെന്നും കൂടെ കുറച്ചും കൂടെ. എനിക്കവിടെ സിനിമയിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയും, എന്നെ സംസാരിച്ചു തുടങ്ങുമ്പോഴേ അറിയുണ്ടാവുള്ളൂ ഞാൻ ഡാൻസറാണ്. സിനിമയിൽ കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഡാൻസർ എന്നുള്ളൊരു ചായയൊന്നും എന്നെ അധികം മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അത് ആക്ച്വലി ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഒരു നാളെ ഞാൻ ഫ്യൂച്ചറിൽ ക്ലാസ് തുടങ്ങുമ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആക്കി എനിക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ ഒരാളാണ്, ഒരു ഡാൻസ് മൂവ്മെൻറ്റ് തെറാപ്പി സ്കൂളൊക്കെ തുടങ്ങണം എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യും. രാജമൗലി സാറ് എന്നെ കനിയെന്ന് വിചാരിക്കണം. ഈ ഇന്റർവ്യൂവിന് രാജമൗലിയുടെ എത്തണം. അങ്ങനെയെങ്കിലും രാജമൗലി സാർ ഈ ഇന്റർവ്യൂ ഒന്ന് കാണട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. പിന്നെ നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ അപ്കമിങ് ആയിട്ടുള്ള സ്റ്റാർസ് ടോവിനോ, അവരുടെ കൂടെ ഒക്കെ വായിക്കണം ഭയങ്കര. ടോവിനോ, നിവിൻ പോളി, കുഞ്ചക്കം, പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അതൊരു അദ്ദേഹം ആസ് എ ഡയറക്ടർ ആയാലും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ കൂടെ അതിലൊന്ന് ഡയറക്ഷനിൽ വരുന്നത്. അത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒബ്വിയസ്ലി പിന്നെ സൂര്യ, വിജയ് സേതുപതി. ഇത് പറയാൻ വേണ്ടി നമ്മളൊരു എപ്പിസോഡ് ഉണ്ട്. ലൈക്ക് നമുക്ക് ആഗ്രഹിച്ചാൽ എന്തെങ്കിലുമൊക്കെ വരുള്ളൂ. തീർച്ചയായിട്ടും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വലിയ വലിയ ആഗ്രഹങ്ങളും വലിയ വലിയ എന്താ പറയുക വലിയ വലിയ റിയാലിറ്റീസ് ആയിട്ട് ആഗ്രഹങ്ങളൊക്കെ മാറട്ടെ. അപ്പം നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു ടൈമായി. വെറുതെ വിടാൻ വൈൻഡപ്പ് ചെയ്യണം, വേറെ വഴിയില്ലല്ലോ. ചേച്ചിയോട് സംസാരിച്ച് സത്യം പറഞ്ഞാൽ മതിയാവുകയില്ല. ശരിക്കറിയാം. അത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു പണി തന്നിട്ടേ വിടുള്ളൂ. ഇവിടെ വന്നപ്പോൾ മുതൽ പാട്ട് മൂളി ഞങ്ങളിങ്ങനെ കുറേ നേരം ഇത് കേട്ടോണ്ടിരിക്കുക. അപ്പം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി കൂടി ഒരു 4 വരി പാട്ട് മൂളിയിട്ട്. ഈ പാട്ട് പാടാൻ പറയുമ്പോഴാണ് ഞാനിങ്ങനെ കിടന്നിങ്ങനെ, അതുകൊണ്ടാണ് മൂളാൻ പറഞ്ഞത്. മൂളാൻ പറയുമ്പോഴല്ലേ സംഗതിയുടെ ഒക്കെ പ്രശ്നം വരുന്നുള്ളൂ. രാവിലെ തന്നെ പാടിയ പാട്ട് തന്നെ പാടല്ലേ, വിരഹഗാന, കുഴപ്പമില്ല. തേടുന്നതാരേ ശൂന്യതയിൽ ഈറൻ മിഴികളെ നിങ്ങൾ തേടുന്നതാരേ ശൂന്യതയിൽ ഈറൻ മിഴികളെ ഞങ്ങൾ തേടുന്നതാരേ. ശ്രുതി ആയതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, അത് നല്ല കഥാപാത്രങ്ങളാണ്. ആ കുട്ടി ചോദിക്കുകയാണ്, തേടുന്നു തന്നെ പറയുന്നത്, തേടുന്നു. അതെന്തായാലും നല്ല നന്നായിരുന്നു കേട്ടോ. ഇത് മൂളിയത് അതിനാന്ന് തോന്നുന്നു അല്ലേ ചേച്ചി? ഞാൻ അല്ല, രാവിലെ ഈ ക്ലൈമറ്റും ഇനിയിപ്പോ റാണി ചേച്ചിയാണല്ലോ കാണുന്നത് ആലോചിച്ചപ്പോ വന്നാണോ എനിക്ക് അങ്ങനെ സംശയം. ആ പോട്ടെ. എന്തായാലും മോളുടെ സ്വപ്നങ്ങൾ, മോളുടെ ജേണി മോള് വിചാരിക്കുന്ന രീതിയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. വിളിക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് പുതിയ പുതിയ നല്ല നല്ല വിഷയം. ചേച്ചി ഞാനിപ്പോൾ ഒരു ബംഗാളി ഇത് ചെയ്തു, ഇങ്ങനെയൊക്കെ കേൾക്കാനും, രാജമൗലി സാറിൻ്റെ ലൊക്കേഷനിൽ ചേച്ചി എനിക്ക് ഫോൺ എടുക്കാൻ പറ്റും, ഇതൊക്കെ കേൾക്കാനും എനിക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് എന്ന് പറയില്ല, നമ്മളത് പറഞ്ഞ ഭയങ്കര ഒരുപാട് സന്തോഷമുണ്ട് നമുക്കിങ്ങനെ ഇരുന്ന് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റിയത്. ശ്രുതി പറയാനുള്ള കുറേ കാര്യങ്ങൾ ഓഡിയൻസിന് വേണ്ടിയിട്ട് എനിക്ക് മീഡിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്.
അന്ന് ഇന്റർവ്യൂ ചെയ്ത ആളിൽ നിന്ന് വല്ല വ്യത്യാസം ഉണ്ടാവൂലേ? നല്ല വ്യത്യാസമുണ്ട്. ഞാനേ മാറാത്തുള്ളൂ. വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ശരി, താങ്ക് യു. യെസ്, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അടുത്ത ആഴ്ച.